ഹായ് സ്റ്റുഡൻസ്, സ്റ്റാൻഡേർഡ് 9th ചാപ്റ്റർ 8 ദ ഇൻഫിനിറ്റ് സ്കോപ്പ് ഓഫ് പ്രസൻറ്റേഷൻ എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ലിബ്രെ ഓഫീസ് ഇംപ്രസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. മാസ്റ്റർ സ്ലൈഡുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഹാർട്ട് ഹെൽത്ത് ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ആദ്യം എങ്ങനെയാണ് ഒരു ഇമേജ് കൊടുക്കുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഒരു സ്ലൈഡിൽ എങ്ങനെയാണ് ഇമേജ് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇംപ്രസ് ഓപ്പൺ ചെയ്യുന്നു. ഷോ ആപ്ലിക്കേഷൻസിൽ ഇംപ്രസ് എന്നുള്ളത് എടുക്കുക. ഇപ്പോൾ ലിബ്രെ ഓഫീസ് ഇംപ്രസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇതെടുത്തു. ഇവിടെ പ്രത്യേകിച്ച് ടെംപ്ലേറ്റ് ഒന്നും പറയാത്തതുകൊണ്ട് ക്ലോസ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടത് ഒരു ബ്ലാങ്ക് സ്ലൈഡാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ സ്ലൈഡിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവിടെ ലേ ഔട്ട് എന്നുള്ളിടത്ത് ബ്ലാങ്ക് സ്ലൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഒരു പിക്ചറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പിക്ചർ ഏതാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ നെയിം തന്നിട്ടുണ്ട്, intro.png പ്രൊവൈഡഡ് ഇൻ ദ സ്കൂൾ റിസോഴ്സസ് ക്ലാസ് 9 ഫോൾഡറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഇൻസേർട്ട് ഇമേജ്, ഇവിടെ ഇൻസേർട്ട് ഇമേജ് ഉണ്ട്, ഐക്കൺ കാണാം. ഇല്ലെങ്കിൽ ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഹോം എടുത്തു, ഇവിടെ സ്കൂൾ റിസോഴ്സസ് കൊടുത്തു, അതിൽ ക്ലാസ് 9 എടുത്തു, അതിൽ intro.png എന്നുള്ള പിക്ചറാണ് പറഞ്ഞത്. ഓപ്പൺ എന്ന് കൊടുക്കുന്നു. ഇത് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ബോക്സ്, ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ ഇവിടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ബാഡ് ഹാബിറ്റ്സ് എന്നുള്ളത്. ഇതിന് നമുക്ക് തന്ന പോലെ 2 കളേഴ്സും കൊടുക്കാനുണ്ട്, ഗ്രീനും അതേപോലെ തന്നെ ഒരു മെറൂണും കളർ കൊടുക്കണം. ഇതൊന്ന് സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ബോൾഡ് ആക്കുന്നു. ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പ്രോപ്പർട്ടീസ് ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഈ സൈഡിലായിട്ട് അതിൻ്റെ ഐക്കൺസ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണാവുന്നതാണ്. ബോൾഡ് ക്ലിക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ കൊടുക്കേണ്ടതൊരു ഗ്രീൻ കളറാണ്, അത് മാത്രം സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ഇനി ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് എന്നുള്ളത് നമ്മളൊരു മെറൂൺ കളർ കൊടുക്കുന്നു. കുറച്ചും കൂടി വലുതാക്കണമെങ്കിൽ വലുതാക്കാം. എന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ താഴെയായിട്ട് കൊണ്ടുവെക്കുന്നു. ഈ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് വരണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു സ്ലൈഡ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു ആനിമേഷൻ കൊടുക്കാനാണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആനിമേഷൻ ഇത് സെലക്ട് ചെയ്തു. ഇതിന് രണ്ടിനും വേറെ വേറെയാണ് കൊടുക്കുന്നത്. അപ്പം ബാഡ് ഹാബിറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ആനിമേഷൻ ടൂൾ, ഈ സ്റ്റാർ എന്നുള്ള ഐക്കൺ കാണാം, അതിൽ ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് പ്ലസ് എഫക്ട്സ് എന്നുള്ളിടത്ത് പ്ലസ് എന്ന് കാണാം, പ്ലസ് ആഡ് എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഡിഫോൾട്ടായിട്ട് എൻട്രൻസ് അപ്പിയർ എന്നിവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ആ എഫക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് മാറ്റി നമുക്ക് തന്നിരിക്കുന്നത് കൊടുക്കാം. നമുക്ക് തന്നിരിക്കുന്നത് പുട്ട് ഓൺ ബ്രേക്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ പുട്ട് ഓൺ ബ്രേക്സ് എന്നുള്ള ആനിമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സൈറ്റിംഗ് എന്നുള്ളതിലാണ് പുട്ട് ഓൺ ബ്രേക്സ് എന്നുള്ളത് കൊടുത്തു. ഇനി ഇത് ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് എന്നുള്ളതും കൂടി കൊടുക്കുന്നു. ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇവിടുന്ന് എഫക്റ്റ് എന്നുള്ളിടത്ത് എക്സൈറ്റിങ്ങിലാണുള്ളത്, അതിൽ പുട്ട് ഓൺ ബ്രേക്സ് എന്നുള്ളത് കൊടുക്കുക. ഇതിൻ്റെ ആനിമേഷൻ നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത ആനിമേഷൻ വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എക്സിറ്റ് അടിച്ച് പുറത്ത് വരുന്നുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ തയ്യാറാക്കുന്ന സ്ലൈഡിൽ എല്ലാത്തിലും നമ്പറും അതേപോലെ തന്നെ അതിൻ്റെ ടൈറ്റിലും എല്ലാ സ്ലൈഡിലും വരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്തുള്ളൊരു ഓപ്ഷനാണ് മാസ്റ്റർ സ്ലൈഡ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ലൈഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ അതേ ഡിസൈനിൽ ബാക്കിയുള്ള എല്ലാ സ്ലൈഡും വന്നിരിക്കും. ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എ മാസ്റ്റർ സ്ലൈഡ് helps to give all slides the same style. To change the layout of slides using this technique, you just need to change the master slide in question. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് മാസ്റ്റർ സ്ലൈഡ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് വേണ്ടത് മാസ്റ്റർ വ്യൂ എടുക്കണമെങ്കിൽ സ്ലൈഡിൻ്റെ പ്രോപ്പർട്ടീസാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലൈഡിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മാസ്റ്റർ വ്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം.
അപ്പോൾ മാസ്റ്റർ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡിഫോൾട്ടായിട്ടൊരു മാസ്റ്റർ സ്ലൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ചേഞ്ചസ് ആണ് നമ്മളിനി വരുത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഇങ്ങനെയൊരു മാസ്റ്റർ സ്ലൈഡാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു ഹെഡിങ്ങിന് കൊടുക്കേണ്ട ചേഞ്ചസ് ആണ് ബ്ലൂ കളറ്, അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്ന അനേക് മലയാളം, അതേപോലെ 36. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഫോണ്ട് എടുക്കുന്നു. അനേക് മലയാളം എന്ന് കൊടുത്തു. ഇവിടെ സൈസ് 36 ബോൾഡ് കൊടുത്തു. അതേപോലെ കളറ് പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ആണ്. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അനേക് മലയാളം 36 ബ്ലൂ ബോൾഡ് അതുപോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഇവിടെ ഒരു സ്ക്വയർ വരാനുണ്ട്. ഗ്രീൻ കളറിലൊരു സ്ക്വയർ കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ തൊട്ട് മുകളിലായിട്ട് റെക്റ്റാങ്കിൾ എന്ന് കാണാം. ഇവിടെ റെക്റ്റാങ്കിൾ എന്നുള്ള ടൂൾ എടുത്തു. നമുക്ക് സ്ക്വയർ വരേണ്ടടുത്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനൊരു കളർ വരണം. അപ്പോൾ നമ്മളിത് ഡ്രോ ചെയ്തപ്പോഴേ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഇവിടെ കളർ എന്നുള്ളിടത്ത് നമ്മൾ ടീൽ എന്നുള്ള കളർ കൊടുക്കുന്നു. ഇനി ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ലൈൻ കാണാം, ഡോട്ടഡ് ലൈനാണ്, അത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് അടുത്തത് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് ലൈൻ എന്നുള്ള കാണാം. അപ്പോൾ ഇവിടെയായിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലിൽ നിങ്ങൾ കണ്ടു ഡോട്ടഡ് ആണ്. അപ്പോൾ ആ ലൈനാക്കി മാറ്റുക. ഇവിടെ ലൈൻ എന്നുള്ള ലൈൻ്റെ പ്രോപ്പർട്ടീസാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ലോങ് ഡാഷ് ആക്കി മാറ്റുന്നു. അപ്പോൾ ബ്ലൂ കളറായിരുന്നു വേണ്ടത്, ബ്ലൂ കളർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇതാണ് മാറ്റേണ്ടത്. ഇതിൽ നമുക്ക് ബുള്ളറ്റ്സ് വേണ്ട. അപ്പോൾ ബുള്ളറ്റ്സ് ഒഴിവാക്കിയിട്ട് റെഡ് കളറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബുള്ളറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഏറ്റവും താഴെയായിട്ട് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ലിസ്റ്റസ് എന്ന് കാണാം. ആ ലിസ്റ്റസിൽ ഇവിടെയുള്ള ടോഗിൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് റെഡ് കളറാണ് കൊടുക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന് കൊടുക്കേണ്ട കളർ റെഡാണ്. റെഡെന്ന് കൊടുത്തു. വേണമെങ്കിൽ ബോൾഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സൈസും ചെറുതായിട്ടൊന്ന് ചെറുതാക്കുന്നു. ഇവിടെ ആയിട്ടാണ് നമുക്കിനി അടുത്ത സ്ക്വയർ വരേണ്ടത്. അപ്പോൾ അടുത്ത സ്ക്വയർ നമ്മളവിടെ ഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഡ്രോ ചെയ്യണം. വീണ്ടും സ്ക്വയർ ടൂൾ എടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അവിടെ തന്നതുപോലെ ഒരു കളർ കൊടുക്കണം. ഇവിടെ നിന്ന് കളർ ടീൽന്ന് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് വരുത്തേണ്ടത് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് മൂൺ ഫ്രം ദ സിമ്പിൾ ഷേപ്പ് എന്ന് എടുത്തിട്ട് അതാണ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൂൺ എന്നുള്ളത് ഇതാണ് സിമ്പിൾ ഷേപ്പ്. ഈ സിമ്പിൾ ഷേപ്പിൻ്റെ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ്ട് മൂൺ എന്നുള്ള ഇത് കാണാം. മൂൺ എന്നുള്ളത് എടുത്തു. ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഇത് യെല്ലോ കളറാണ് വേണ്ടത്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് യെല്ലോ കളർ കൊടുക്കുന്നു. അപ്പോൾ കീബോർഡിൽ ആരോ കീ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്തിട്ടോ കൃത്യമായിട്ട് അതിനെ അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നതുപോലെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതൊന്ന് സെലക്ട് ചെയ്തു. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എത്ര കോപ്പി? ഒരു കോപ്പിയാണ്. ഓക്കെ എന്ന് കൊടുക്കുന്നു. വന്നതിനെ കൃത്യമായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നതുപോലെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് വേണ്ടത് ഒരു ഗ്രേ ആണ്. ആരോയിൽ ഗ്രേ കളർ സെലക്ട് ചെയ്യുന്നു. ഇതുപോലെയാണ് വേണ്ടത്. അതുപോലെ സെറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് തന്ന പിക്ചർ പോലെ ഏതാണ്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെയായിട്ടൊരു റെക്റ്റാങ്കിൾ വേണം. അപ്പോൾ അതിനായിട്ട് അടുത്തത് നമുക്ക് അവിടെ ഡ്രോ ചെയ്യാം. ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അവിടെ നമ്മൾ ടീൽ എന്നുള്ള കളർ കൊടുക്കുക. ഇതിനൊരു ഷാഡോ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു ഷാഡോ എഫക്റ്റ് കാണാം. അപ്പോൾ ആ ഷാഡോ എഫക്റ്റ് അവിടെ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ഒരു ഇത് സെലക്ട് ആയിരിക്കുന്ന സമയത്ത് താഴേക്ക് ഷാഡോ എന്ന് കാണാം. അവിടെ നമ്മൾ എനേബിൾ എന്ന് കൊടുത്താൽ ഇവിടെ ഒരു ഷാഡോ വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു കളർ കൊടുക്കാം. അതിനായിട്ട് ഇവിടെ നിന്ന് ബ്ലാക്ക് ആണ് കൊടുക്കേണ്ടത്. ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇവിടെ തന്നത് പ്രകാരം ഇതിൻ്റെ ഇവിടെ മാത്രമാണ് ഒരു ഷാഡോ കാണുന്നത്. അങ്ങനെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് പല ആംഗിളിൽ മാറ്റാൻ പറ്റും. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന കാണാം. അപ്പോൾ ഇവിടെ 0 ഡിഗ്രി കൊടുത്ത സമയത്ത് ഇവിടെ ചെറുതായിട്ടൊരു ഷാഡോ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ട് നൽകാവുന്നതാണ്. ഇനി നമുക്കിവിടെ സ്ലൈഡ് നമ്പർ വരണം. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തു. ഇൻസേർട്ടിൽ ഫീൽഡ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ സ്ലൈഡ് നമ്പർ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡ് നമ്പർ എന്ന് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഇതിനെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഇവിടെ നമ്പർ മാത്രമായിട്ട് വരുന്നതാണ്. ഇനി ഇവിടെ ഒരു ലൈനും കൂടി കൊടുക്കണം. അതിനായിട്ട് ഇവിടെ നിന്ന് ലൈൻ എന്നുള്ളത് എടുത്തു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ലൈൻ എന്നുള്ളത് എടുത്തിട്ട് ഇവിടെ ഡോട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മളിനി എത്ര സ്ലൈഡ് എടുക്കുന്നു ആ സ്ലൈഡിലൊക്കെ ഈ പറയുന്ന
ഒരു നെയിം അവിടെ വരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ഹാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് യെല്ലോ കളറിലാണ് ഉള്ളത്, യെല്ലോ കളർ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഒരു സൈസ് കുറച്ച് ചെറുതാക്കണം അതിനായിട്ട്. അപ്പോൾ ഇവിടെ കൊടുത്തതൊക്കെ നമ്മൾ ഏതൊക്കെ സ്ലൈഡ് തയ്യാറാക്കുന്നുണ്ടോ ആ സ്ലൈഡിലൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും വരിക. ടൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ബ്ലൂ കളറും ബോൾഡും. അതുപോലെ ഇവിടെ കൊടുക്കുന്ന സബ് ടൈറ്റിൽ റെഡ് കളറിലാണ് വരിക. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ക്ലോസ് മാസ്റ്റർ വ്യൂ കൊടുക്കുന്നു. ഇനി നമ്മളൊരു പുതിയ സ്ലൈഡ് എടുക്കുകയാണ്. സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ തയ്യാറാക്കി വെച്ച സ്ലൈഡ് പോലെയാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ബ്ലൂ കളറിലാണ് ഉണ്ടാവുക. കൊടുത്തിട്ട് നമുക്കിനി എത്ര എണ്ണം വേണോ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് സെൻറ്ററിലായിട്ട് അറേഞ്ച് ചെയ്യാം. ക്ലോസ് മാസ്റ്റർ വ്യൂ എടുക്കുന്നു. അതിൽ ഈ നമ്പർ കൃത്യമായിട്ട് ഇവിടേക്കായിട്ട് സെറ്റ് ചെയ്യുന്നു. ക്ലോസ് മാസ്റ്റർ വ്യൂ എടുക്കുക. അപ്പോൾ ഇവിടെയാണുള്ളത്. നമുക്കൊന്നും കൂടി അത് സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ അവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ സ്ലൈഡുകളും ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഓപ്പണായി വരിക. ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ 2 സ്ലൈഡുകളൊക്കെ 2ഓ 3ഓ ഒക്കെ മാസ്റ്റർ സ്ലൈഡ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു മാസ്റ്റർ സ്ലൈഡും കൂടി തയ്യാറാക്കാം. മാസ്റ്റർ വ്യൂ എടുക്കുന്നു. ഇവിടെ സ്ലൈഡിൽ ന്യൂ മാസ്റ്റർ എന്നുള്ളത് എടുക്കാം. അപ്പോൾ പുതുതായിട്ടൊരു മാസ്റ്റർ സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റം ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ ഒരു റെഡ് കളറിലൊരു സ്ക്വയർ ഡ്രോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇമേജും കൂടി കൊടുക്കുകയാണ്. ഇവിടെയുള്ള ഇതിന് നമ്മളൊന്ന് ടെക്സ്റ്റ് റെഡ് കളറിലാക്കി മാറ്റുന്നു. അതുപോലെ ബോൾഡും കൊടുക്കുന്നു. സൈസും ഒന്ന് കുറയ്ക്കാം. ഇനി നമ്മളിതൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു നെയിം കൊടുക്കണം. ഇവിടെ സ്ലൈഡ് പെയിനിൽ റൈറ്റ് ക്ലിക്കിൽ റീനെയിം മാസ്റ്റർ എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് മാസ്റ്റർ ഒക്കെ ഉണ്ട്. റീനെയിം മാസ്റ്റർ എടുക്കുന്നു. നമ്മൾ ഇതിൻ്റെ നെയിം ഡിഫോൾട്ട് 2 എന്ന് കൊടുക്കുന്നു. ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇവിടെ ക്ലോസ് മാസ്റ്റർ കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു പുതിയ സ്ലൈഡ് തയ്യാറാക്കുന്നു. ന്യൂ സ്ലൈഡ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഈ സ്ലൈഡ് എനിക്ക് വേണ്ടത് ഇപ്പോൾ തയ്യാറാക്കിയ മോഡലാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് സ്ലൈഡിൽ ചേഞ്ച് സ്ലൈഡ് മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സ്ലൈഡിൽ ചേഞ്ച് സ്ലൈഡ് മാസ്റ്റർ. അപ്പോൾ ഈ 2 സ്ലൈഡ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ സ്ലൈഡ് എടുക്കുകയാണ്. ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്ത പോലെ പുതിയൊരു സ്ലൈഡ് കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്ര മാസ്റ്റർ സ്ലൈഡ് വേണമെങ്കിലും തയ്യാറാക്കി വെക്കാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 സ്ലൈഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്ലൈഡ് തയ്യാറാക്കുകയാണ്. ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അത് ഈ ഒരു മോഡലിൽ ഒരു ചാർട്ടാക്കി മാറ്റുന്നു. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ, കുറച്ചും കൂടി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ഗ്രാഫാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇൻഫോഗ്രാഫിക്സ് ആണ്, ഷോർട്ട് ടേം ഫോർ ഇൻഫർമേഷൻ ഗ്രാഫിക്സ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു ബ്ലാങ്ക് സ്ലൈഡ് എടുക്കുക. ഇവിടെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ഡിഫോൾട്ട് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ കൊടുത്ത ഈ സ്ലൈഡ് ചേഞ്ച് സ്ലൈഡ് മാസ്റ്റർ എന്ന് എടുത്തിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ബ്ലാങ്ക് സ്ലൈഡായിരുന്നു വേണ്ടിയിരുന്നത്, അതെടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ദ ഡിസൈൻ ഗോൾ ലിസ്റ്റ് കളർ ഫ്രം ദ ഗാലറിയാണ്. അപ്പോൾ അതെടുത്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഗാലറി എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ ഗാലറി എന്നുള്ള ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡയഗ്രാംസ് എന്നുള്ളതിൽ ഇതാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ നെയിം ഗോൾ ലിസ്റ്റ് കളർഫുൾ എന്നുള്ളതാണ്. ഇതിവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് എന്ന് കൊടുക്കുക, അങ്ങനെ നമുക്ക് വരുത്താം. ഇല്ലെങ്കിൽ നമുക്കിത് വലുതായിട്ട് കാണണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൗസിൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ടും ഇതെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വേണ്ട സൈസിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ടെക്സ്റ്റ് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സും ഒക്യുറൻസ് പെർസെൻറ്റേജ് ഓഫ് ഒക്യുറൻസ് എന്ന് കൊടുക്കാനുള്ളത്, അത് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ അത് റെക്റ്റാങ്കിൾ കട്ട് 2 എന്നുള്ള ഷേപ്പാണ്. അത് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അത് ഷേപ്സ് എന്ന് പറഞ്ഞതിലാണുള്ളത്, അതെടുക്കുന്നു. ഇതായിരിക്കണം. ഇതിൻ്റെ പേര് റെക്റ്റാങ്കിൾ കട്ട് 2. അത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടേക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. 1 എന്നുള്ളത് എടുത്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നു.
ഇവിടെ കൊടുക്കേണ്ടത് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, റിസ്ക് ഫാക്ടേഴ്സ് എന്ന് കൊടുക്കുക. ഇവിടെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് കൊടുക്കുക. ഇനി ഇവിടെ കൊടുക്കേണ്ടത് ഒക്യുറൻസ് ഇൻ അഡൽട്ട് എന്നാണ്, അത് കൊടുക്കുക. ഇവിടെ കൊടുക്കേണ്ടത് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ കൊടുക്കേണ്ടത് ഒക്യുറൻസ് അഡൽട്ടാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് പോലെ ഓരോ ടെക്സ്റ്റും നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ലോ ഫിസിക്കൽ ആക്ടിവിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, സ്മോക്കിംഗ് എന്നുള്ളത് കൊടുക്കുന്നു. അടുത്തത് ഹൈപ്പർ ടെൻഷൻ എന്ന് കൊടുക്കുക. അടുത്തത് ഹൈ കൊളസ്ട്രോൾ എന്ന് കൊടുത്തു. ഇവിടെ സ്മോക്കിംഗ് എന്ന് കൊടുക്കുക. എല്ലായിടത്തും ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇവിടെ സൈസ് ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് എടുത്തു, അതിൽ സൈസ് വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കുക. ഈ ഒരു സ്റ്റൈൽ തന്നെ എല്ലാത്തിനും എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് വേണമെങ്കിലൊന്ന് മാറ്റാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാം ഇത് ഓരോന്നും ഓരോ സ്ക്വയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ ഇത് തന്നെ വേണമെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ക്ലോൺ ഫോർമാറ്റിംഗ് എടുക്കുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലോൺ ഫോർമാറ്റിങ്ങിൽ അങ്ങനെ മൊത്തത്തിലെല്ലാം ഇത് തന്നതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെയുള്ള പെർസെൻറ്റേജും കൂടി കൊടുക്കണം. 60%, 30%, 25, 11. 60% എന്ന് കൊടുക്കുക. ഇവിടെ 35, ഇവിടെ 30, 20, 30%, ഇവിടെ 20, 25%, ഇവിടെ 11% ആണ് കൊടുക്കേണ്ടത്. ഇവിടെ വന്നിട്ട് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് ഓരോന്നും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാം. ഇത് മൂന്നും ഒരുമിച്ച് വേണം. ഇത് സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അടുത്തത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഒരുമിച്ച് ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കും. അപ്പോൾ പിക്ചർ തന്നതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പിക്ചറാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഹാർട്ടിൻ്റെ ഒരു പിക്ചർ. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ഇമേജ് എടുക്കുന്നു. അതിൽ ഹാർട്ട് എന്നുള്ളത് നമ്മളിപ്പോൾ സ്കൂൾ റിസോഴ്സ് ക്ലാസ് 9 ഹാർട്ട് എന്നുള്ളത് എടുത്തു. ഇവിടെ ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. അതിനെ ഇവിടേക്ക് ഫുള്ളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് പുറകിലായിട്ട് അറേഞ്ച് ചെയ്യണം. അതിനായിട്ട് റൈറ്റ് ക്ലിക്കിൽ അറേഞ്ച് എന്ന് കൊടുക്കുക. അതിൽ സെൻഡ് ടു ബാക്ക് എന്ന് കൊടുക്കുക. അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നതുപോലെ ഒരു ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റും കൂടി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ മൊത്തത്തിലൊന്ന് മുകളിലേക്ക് ആക്കി സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടെക്സ്റ്റിൽ തന്നതുപോലെ ഏതാണ്ട് നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കണമെങ്കിൽ നേരത്തെ ഉപയോഗിച്ച മെത്തേഡോടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ട് ഈ ഒരു ടൈറ്റിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് സേവ് ചെയ്യും. റോൾ നമ്പർ കൊടുത്തിട്ടത് സേവ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഗാമ പോലത്തെ പുതിയ AI പ്ലാറ്റ്ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പിക്കും അതിൻ്റെ അകത്ത് വേണ്ട കോണ്ടൻറ്റും കൊടുത്താൽ കൃത്യമായിട്ട് ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തയ്യാറാക്കി കിട്ടുന്നതാണ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.